അതെ, ഒരു കാര്യം ചോദിക്കാൻ വന്നതാ. നമ്മുടെ ഈ ബർത്ത്ഡേക്കൊക്കെ സർപ്രൈസ് തരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് പോട്ടെ, നമ്മുടെ ആൾക്കാരൊക്കെ സർപ്രൈസ് തരാൻ വരത്തില്ല. ഈ സർപ്രൈസ് നമുക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ബർത്ത്ഡേക്ക് നമ്മുടെ സർപ്രൈസ് തരുന്നെന്ന് വെച്ചോ. അപ്പം അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ തവണയും സർപ്രൈസ് തരുമ്പോൾ ഇത്തവണയും അവർ എന്തോ ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് അവർ ചെയ്യുന്ന സർപ്രൈസൊക്കെ നമ്മൾ കണ്ടുപിടിച്ച്, എന്നിട്ട് അവർ തരുന്നതിന് മുമ്പ് അതിന് മുമ്പ് കണ്ടുപിടിക്കുമ്പോൾ ഉള്ളൊരു സുഖം ഉണ്ടല്ലോ, ഇല്ലേ? എന്ത് സുഖം അത്! പക്ഷെ അതിലെന്താ സുഖം ഇരിക്കുന്നത്? ഞാൻ പണ്ട് ഇങ്ങനത്തെ ഒരാളായിരുന്നു. എനിക്കിങ്ങനെ ആൾക്കാർ ഈ ബർത്ത്ഡേ ഒക്കെ ആകുമ്പോൾ എന്തായാലും സർപ്രൈസ് ഒക്കെ തരും. അപ്പം ഞാൻ പതുക്കെ ഇങ്ങനെ നോക്കും. ഒരു തവണ എൻ്റെ ബർത്ത്ഡേക്ക് ഞാനിങ്ങനെ നോക്കുമായിരുന്നു. 12 മണിയായിട്ടും വീട്ടിലെല്ലാവരും സാധാരണ എന്തെങ്കിലുമൊക്കെ തരുന്നതാണ്. അപ്പം ഞാൻ നോക്കും, ഇവരെന്തൊന്നും തരാത്തെ. ഇവരിങ്ങനെ വിഷ് ചെയ്തു, 12 മണിയപ്പോൾ വിഷ് ചെയ്തു, കോളൊക്കെ വരാനൊക്കെ തുടങ്ങി. അപ്പം ഞാൻ റൂമിൽ കയറിയിട്ട് ലൈറ്റെല്ലാം അണച്ചിട്ട് ഞാൻ ഡോറിൻ്റെ താഴെ കൂടെ നോക്കി, രാത്രി എന്തെങ്കിലും ഇനി വല്ലതും ചെയ്യുന്നുണ്ടോ, സെറ്റപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ഓർത്ത്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ കയറി കിടന്ന് ഉറങ്ങി. അപ്പം ഞാൻ ഓർത്ത് രാവിലെ ആയിരിക്കും എന്തെങ്കിലും തരുന്നത് എന്നൊക്കെ ഇനി വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ പണ്ടിങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ഡോറൊക്കെ തുറന്ന് നോക്കും, എവിടെയെങ്കിലും എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ, കേക്കൊക്കെ മേടിച്ച് വരുമ്പോൾ പതുക്കെ പോയി ഫ്രിഡ്ജിൽ നോക്കും. ഒരു സുഖം. അവർ തരുന്നതിനെക്കാട്ടി മുമ്പ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അവരെ സർപ്രൈസ് പൊളിക്കുമ്പോൾ ഒരു സുഖമായിരുന്നു. പക്ഷെ കുറച്ച് നാൾ മുമ്പ് എനിക്ക് മനസ്സിലായി അതിലൊരു സുഖമില്ലല്ലേ. അവർ കഷ്ടപ്പെട്ട് നമുക്ക് നമ്മളോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മളറിയിക്കുക, നമ്മുടെ കൂടെ നിൽക്കുന്നവർ നമ്മളറിയാതെ സർപ്രൈസ് തരാൻ എന്തോരം സഫർ ചെയ്യുമായിരിക്കും. അവർ സാധനം മേടിക്കണം, നമ്മളെ കാണാതെ ഒളിപ്പിച്ച് വെക്കണം. അത്രയും അവർ സ്ട്രഗിൾ ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്ക് സർപ്രൈസ് കിട്ടുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷവും അതിനെക്കാട്ടി മുമ്പ് നമ്മൾ ഈ സർപ്രൈസ് കണ്ടുപിടിക്കുമ്പോൾ ഉള്ള ഒരിതും ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഏതാ നല്ലത്? നിങ്ങൾക്ക് ഏതായിരിക്കും ഇഷ്ടം? അതുകൊണ്ട് നമ്മൾ മാക്സിമം സർപ്രൈസുകൾ കിട്ടുമ്പോൾ അവരുടെ ഹാപ്പിനെസ്സും കളയണ്ട. അത് കാണുമ്പോൾ എക്സൈറ്റഡ് ആയിട്ട് അവരുടെ മുമ്പ് വെച്ചിട്ട് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അത് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുന്നതിനെക്കാട്ടി അടിപൊളിയായിരിക്കും. ആ മൊമെൻറ്റിൽ ഒന്നെങ്കിൽ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് സർപ്രൈസ് കാണുക. സർപ്രൈസ് കാണുമ്പോൾ നമുക്ക് ഹാപ്പിയാകും, അവർക്കും ഹാപ്പിയാകും. അപ്പം ഈ നേരത്തെ കയറി കണ്ടുപിടിച്ച് എല്ലാവരുടെയും ആ ഒരു ഹാപ്പിനെസ് കുളവാക്കി ആ ഒരു അടിപൊളിയായിട്ടുള്ള മൊമെൻറ്റ് കുളവാക്കുന്നതിനെക്കാട്ടി ബെറ്റർ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് സർപ്രൈസായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതല്ലേ? അല്ലേ? ഓക്കെ, ബായ്.